ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി നോക്കിയാലോ? പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വൈറലായിട്ടുള്ള നമ്മുടെ ഷെഫ് പിള്ളയുടെ നിർവ്വാണ. പക്ഷേ ഇത് നമ്മൾ ഒരു തട്ടിക്കൂട്ട് നിർവ്വാണ എന്ന് പറയാം, അല്ലെങ്കിൽ നിർവ്വാണ പോലത്തെ ഒരു നിർവ്വാണ എന്ന് പറയാം. നമ്മൾ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർത്താലും നമ്മളുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ കേരമീനിലാട്ടോ നമ്മൾ ചെയ്യണത്. മീൻ കഷ്ണങ്ങൾ സാധാരണ മസാല ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. നല്ലപോലെ മൊരിയിച്ചെടുത്തു. ഇനി നമ്മൾ ചട്ടിയിൽ തന്നെ നമ്മൾ ഇല വെച്ചിട്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് ചെറുള്ളിയാണ് കേട്ടോ. ചെറുള്ളി ചേർത്തു. പിന്നെ നമ്മൾ ഇഞ്ചി, പിന്നെ പച്ചമുളക് ഞാനിതിൽ സത്യം പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ, അതായത് ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ചേർക്കണത് മാങ്ങയാണ്. മാങ്ങ നല്ല ഫ്രഷ് മാങ്ങ ഇടണവർ അങ്ങനെ ചേർക്കട്ടെ. ഞാൻ എനിക്ക് സ്വല്പം വാടിയ മാങ്ങയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ അത് അങ്ങനെ ഇട്ടു കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല, പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മീനൊക്കെ വന്നപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മൂടി വെച്ച് വേവിച്ചു കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതുപോലെ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ തട്ടിക്കൂട്ട് പരിപാടി കാട്ടി വെച്ചെങ്കിലും സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ഇത് പറയും പോലെ അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ കൂടെയാണ് ഈ കറി അടിപൊളി കഴിക്കുക. അപ്പോൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല ചേച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളതിന് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി റെസിപ്പി തന്നെയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.